1950കളിൽ ലിബിയൻ മണലാരണ്യത്തിൽ എണ്ണ പര്യവേക്ഷണം നടത്തിയ ഭൗമശാസ്ത്രജ്ഞർ അപ്രതീക്ഷിതമായ ഒന്ന് കണ്ടെത്തി. കറുത്ത സ്വർണത്തിന് പകരം അവർ കണ്ടത് നൂബിയൻ സാൻഡ്സ്റ്റോൺ അക്വീഫർ സിസ്റ്റം, ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന ശുദ്ധജല ശേഖരമായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിപ്പോയ ശുദ്ധജലം. 35,000 വർഷം വരെ പഴക്കമുള്ള ഈ ജലം ലിബിയയുടെ ദാഹമകറ്റാൻ ഗദ്ദാഫി എന്ന ഭരണാധികാരി തിരഞ്ഞെടുത്ത ആയുധമായിരുന്നു. ഈ ജലം എങ്ങനെ ജനങ്ങളിൽ എത്തിക്കും? അതായിരുന്നു വെല്ലുവിളി. ലിബിയയുടെ തെക്കൻ മരുഭൂമിയിൽ നിന്ന് 500 മുതൽ 800 മീറ്റർ വരെ ആഴമുള്ള 1300ഓളം കിണറുകൾ കുഴിച്ചു. അവിടെ നിന്ന് വടക്കൻ നഗരങ്ങളായ ട്രിപ്പോളിയിലേക്കും ബെൻഗാസിയിലേക്കും വെള്ളം എത്തിക്കാൻ 4000 കിലോമീറ്ററിലധികം ദൂരത്തിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു. ഓരോ പൈപ്പിനും 4 മീറ്റർ വ്യാസവും 7.5 മീറ്റർ നീളവും ഉണ്ടായിരുന്നു. ഈ കൂറ്റൻ പൈപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ലിബിയയിൽ വലിയ ഫാക്ടറികൾ സ്ഥാപിച്ചു. ഓരോ പൈപ്പിന്റെയും കൃത്യതയും ബലവും ഉറപ്പാക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്. ലോകബാങ്കിന്റെയോ അന്താരാഷ്ട്ര നാണയനിധിയുടെയോ സഹായമില്ലാതെ $25 ബില്യൺ സ്വയം കണ്ടെത്തിക്കൊണ്ടാണ് ലിബിയ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഭക്ഷണം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാത്തവൻ ഒരിക്കലും സ്വതന്ത്രനാകില്ല എന്നതായിരുന്നു ഗദ്ദാഫിയുടെ മുദ്രാവാക്യം. ഈ പദ്ധതിയിലൂടെ 1,55,000 ഹെക്ടർ മരുഭൂമി കൃഷിയോഗ്യമായി മാറി. ഗദ്ദാഫിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ജലപദ്ധതിയല്ല, മറിച്ച് പാശ്ചാത്യ സാമ്പത്തിക അധിനിവേശത്തിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം കൂടിയായിരുന്നു. എന്നാൽ ഈ വികസന കുതിപ്പ് പല ലോകശക്തികളെയും അസ്വസ്ഥമാക്കി. ലിബിയ ആഫ്രിക്കയിലെ സ്വതന്ത്ര സാമ്പത്തിക ശക്തിയാകുന്നത് അവർ ഭയപ്പെട്ടു. 2011-ൽ ലിബിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നാറ്റോയുടെ വ്യോമാക്രമണത്തിൽ ഈ ജലപദ്ധതിയുടെ പ്രധാന ഭാഗങ്ങളും ഫാക്ടറികളും തകർക്കപ്പെട്ടു. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് വിസ്മയം രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഇരയായി മാറി. ഗദ്ദാഫി കൊല്ലപ്പെട്ടതോടെ പദ്ധതിയുടെ വിപുലീകരണവും നിലച്ചു. ഇന്നും ലിബിയയിലെ 70% ജനങ്ങളും ആശ്രയിക്കുന്നത് ഈ മനുഷ്യനിർമ്മിത നദിയെയാണ്. മണലാരണ്യത്തിലെ ആഴങ്ങളിൽ ഗദ്ദാഫി കണ്ടെത്തിയ ആ പുരാതന ജലം ഒരു ജനതയെ ഇന്നും മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. രാഷ്ട്രീയത്തിലെ ശരിതെറ്റുകൾ എന്തുതന്നെയായാലും ഗദ്ദാഫിയുടെ ഈ ദീർഘവീക്ഷണം ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അത്ഭുതം.